ഹലോ ഡിയേഴ്സ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്നുണ്ടല്ലോ, നമ്മളൊരു പ്രത്യേകതരം ടോപ്പിൻ്റെ കട്ടിങ്ങുമായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ പാറ്റേൺ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ആരുടെ അളവിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ അളവ് ടോപ്പിൻ്റെ ബാക്കിൻ്റെ പാറ്റേൺ ആണ് ആദ്യമേ തന്നെ വരച്ചെടുക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾ നിങ്ങളുടെ അളവിൽ ഇതെല്ലാം മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഷോൾഡർ 6 ഇഞ്ചും അതുപോലെ തന്നെ കൈക്കുഴിക്ക് വേണ്ടുന്ന ലെങ്ത്ത് 6 ഇഞ്ചുമാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് വിഡ്ത്തായിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ സീം അലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, തയ്യൽ തുമ്പ് കൂട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആ വരച്ചതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് അവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ നിന്ന് വേസ്റ്റിലേക്കുള്ള മെഷർമെൻറ്റ് ഒരു 13 ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ശേഷം അവിടുത്തെ വിഡ്ത്തായിട്ട് 9 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും അവിടെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം അവിടെ ഒന്ന് എഴുതി വെക്കുകയാണ് കേട്ടോ. 10 ഇഞ്ച്, പിന്നെ വേസ്റ്റ് വിഡ്ത്ത് വന്നിട്ടുള്ളത് 9 ഇഞ്ച് അവിടെ എഴുതി വെച്ചു. ഇനി ആം ഹോളിലേക്കുള്ള ലെങ്ത്ത് 6 ഇഞ്ച്, പിന്നെ ഷോൾഡറിൽ നിന്ന് വേസ്റ്റിലേക്ക് 13 ഇഞ്ച് ലെങ്ത്ത്. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കൃത്യമായി തന്നെ അവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഏത് മെഷർമെൻറ്റാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഹിപ്പിലേക്കുള്ള ലെങ്ത്ത് എടുക്കണം. അപ്പോൾ അത് എവിടെ നിന്നാണ്? മേലെന്ന് നിന്ന് 0 പോയിൻറ്റിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അവിടെ 20 ഇഞ്ച് 21 ഇഞ്ച് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് മെഷർമെൻ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു 20 ഇഞ്ചിൽ ആണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. 11.5 ഇഞ്ച് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും നമ്മൾ എടുത്തു. ഇനി താഴേക്കുള്ള ആ ഒരു വിരിവും കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു 13 ഇഞ്ച് വിഡ്ത്താണ് ഞാനെടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുത്തു. ശേഷം ഇനി നമ്മുടെ ആ സൈഡിൽ ഉള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ, മെഷർമെൻറ്റ് നമ്മൾ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതൊന്ന് സ്ട്രേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് സ്കെയിൽ വെച്ചിട്ട് തന്നെ. അതിന് ശേഷമാണ് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരച്ചെടുക്കുകയാണ്. ഇത് ബേസിക്കായിട്ട് അറിയാൻ പാടില്ലാത്തവർക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കവിടെ തയ്യൽ തുമ്പ് ഇടണം. തയ്യൽ തുമ്പ് ഇടുമ്പോൾ 1.5 ഇഞ്ചാണ് ഹിപ്പ് വരെയുള്ള ലെങ്ത്തിലേക്ക്, ഇപ്പോൾ കാണിക്കുന്ന അവിടം വരെ ഹിപ്പ് വരയ്ക്കുള്ള ലെങ്ത്തിലേക്ക് 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് ഓപ്പണിംഗ് ഉള്ള ഭാഗത്തേക്ക് 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. ഇത് നമുക്ക് സ്ലിറ്റഡ് ടോപ്പിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള എ ലൈൻ ടോപ്പിലും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പോൾ സ്ലിറ്റഡ് ടോപ്പിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആ സീം അലവൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതനുസരിച്ച് 1.5 ഇഞ്ച് മേലത്തെ പോർഷനിലും താഴേക്ക് 1 ഇഞ്ചും വെച്ചിട്ട് അവിടെ വരച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേലെ ഷോൾഡറിൻ്റെ ആ പോർഷനിലുണ്ടല്ലോ, അവിടെ നമ്മൾ ഷോൾഡർ വിഡ്ത്തായിട്ടും ആം ഹോൾ ലെങ്ത്തായിട്ടും മാർക്ക് ചെയ്തതിൽ ഞാൻ സീം അലവൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സൈഡിലെ സീം അലവൻസ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ താഴെയും നമ്മൾ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടിട്ട് വേണം വരച്ച് പാറ്റേൺ ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കർവ് ഉണ്ടല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ഞാൻ പറയുകയാണ്, ബാക്ക് പാറ്റേൺ ആണ് ഞാൻ ചെയ്യുന്നത്. ബാക്കിലെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇത് നമ്മളിപ്പോൾ ഈ വരച്ച രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പ്രത്യേകം ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ പെടുത്താണ്. ഇത് സ്ലിറ്റഡ് ടോപ്പിൽ ചെയ്യുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. എ ലൈനിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഫ്രണ്ട് പോർഷനിലാണ് നമുക്ക് മാറ്റം വരുന്നത്. അപ്പോൾ ബാക്ക് പാറ്റേൺ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഫ്രണ്ടിലെ പാറ്റേൺ ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടിയും എളുപ്പമാണ്. ഇനി പാറ്റേൺ പേപ്പറിൽ തന്നെ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് തുണിയിൽ ചെയ്യാനായിട്ട്, നമുക്ക് നല്ല മെറ്റീരിയൽ ചെയ്യാനായിട്ട് അത്രത്തോളം ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തുണിയിലേക്ക് തന്നെ
കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ എന്തൊക്കെ മാറ്റം വരുത്തി ചെയ്യണമെങ്കിലും നമുക്ക് എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തുണിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലെ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഇപ്പോൾ ഈ ബാക്ക് പാറ്റേൺ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിലെ പാറ്റേൺ വരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാനവിടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ ബാക്കിലെ പാറ്റേൺ എടുത്ത് ആ ഒരു പീസിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താഴെ ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഈ പീസിനെ ഒന്ന് ബാക്കിലെ പാറ്റേണിനെ ഒന്ന് ഫ്രണ്ടിലെ മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിൽ വേസ്റ്റ് പോർഷനിൽ ഒരു കട്ടിങ് വരുന്നുണ്ട് ഗാദേഴ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഒന്ന് സോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് താഴെ എക്സ്ട്രാ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എവിടെയാണ് കട്ടിങ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. നമ്മുടെ വേസ്റ്റ് ലൈൻ എവിടെയാണോ അവിടെയാണ് നമുക്ക് ആ കട്ടിങ് വരുന്നത്. ഇനി നമ്മുടെ ഇഷ്ടാനുസരണം കുറച്ചും കൂടിയും ഇറക്കിയൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കത് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ തുണിയിൽ എത്രത്തോളം നമുക്ക് വിട്ട് കിട്ടുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് ആ ലൈനിൽ അവിടെ വരച്ചു കൊടുക്കാം. അപ്പോൾ അത്രയും ലൂസ് നമുക്ക് അവിടെ ഗാദേഴ്സ് ഇടാനായിട്ട് മെറ്റീരിയൽ കിട്ടുകയും ചെയ്യും. ഇനി അവിടെ നിന്ന് മേലേക്കുള്ള ലൈൻ ഉണ്ടല്ലോ, അത് ബാക്ക് പാറ്റേൺ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ നമുക്ക് മേലേക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി കഴുത്തെല്ലാം ഇതിന് ശേഷമാണ് നമ്മൾ വരയ്ക്കുന്നതും കട്ട് ചെയ്യുന്നതും എല്ലാം. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ക്യാൻവാസിലാണ് നമ്മൾ നോർമലി കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇനി ഇവിടെ വരുന്ന മാറ്റമാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഞാനിപ്പോൾ ആ സൈഡിൽ വരച്ചിട്ടിട്ടുണ്ടല്ലോ, അത് അത്രയും തന്നെ നമുക്ക് ലൂസായിട്ട് എടുക്കാം. ഇപ്പം ഞാൻ വരച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് അത്രയും ലൂസ് കൊടുക്കാം. താഴെയും ഒരു 1-1.5 ഇഞ്ച് ലെങ്ത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ബാക്ക് പാറ്റേൺ ഞാൻ അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെച്ചു. ഇനി ഫ്രണ്ടിൽ നമുക്ക് കൈക്കുഴി കുറച്ചും കൂടി ഒന്ന് കുഴിച്ചെടുക്കണം അല്ലേ. അപ്പോൾ അതൊന്ന് കുഴിച്ചെടുത്ത് വരയ്ക്കുകയാണ്. ഇനി നിങ്ങൾ കോളർ വെച്ചാണ് ഈ സംഭവം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ പോർഷനിലും ആം ഹോളിൻ്റെ പോർഷനിലും നിങ്ങളുടെ കോളർ കുർത്തി വെച്ച് അളന്നെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. ഇതൊരു നോർമൽ ടോപ്പായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ ടോപ്പിൻ്റെ നെക്കും ആം ഹോളിൻ്റെയും മെഷർമെൻ്റ് അനുസരിച്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി പാറ്റേൺ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചേക്കൂ. ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മേലേക്കുള്ള പോർഷൻ ദാ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് പോകുകയാണ്. ഇത് തന്നെ ഒരു 2 രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കാണിച്ചു തരുന്നതാണ്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിനെന്താണെന്നറിയാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ ഒരു എക്സ്ട്രാ പീസ് ആയിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ, അവിടെ ഒരു 1/2 ഇഞ്ചും കൂടി താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ തയ്യൽ തുമ്പിന് കണക്കാക്കിയിട്ടാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ലെങ്ത്ത് വൈസ് നമുക്കൊരു 1/2 ഇഞ്ചും കൂടി അവിടെ കിട്ടണം. അപ്പോൾ അതിന് ഞാൻ ഒരു 1/2 ഇഞ്ചും കൂടി ഇറക്കി അവിടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കണക്കനുസരിച്ച് ഞാൻ ഇതിനൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ ഞാനത് ആ വിഡ്ത്ത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ ഒരു വേസ്റ്റ് പോർഷൻ വിഡ്ത്ത് ഫുള്ളായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് അതിന് 2 പീസാക്കി മാറ്റുകയാണ്. ഓക്കെ, ഇനി ആ മേലത്തെ പാറ്റേണിലുള്ള ആ ചെറിയൊരു തുമ്പിനൊന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നു. ബാക്കി ഈ താഴത്തെ പോർഷൻ നമ്മൾ പറഞ്ഞല്ലോ ഫുള്ള് ലൂസ് നമുക്ക് അവിടെ കിട്ടുന്ന രീതിയിൽ വേണം ഇടാനായിട്ടെന്ന്. അപ്പോൾ ആ പീസിന് ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡിൽ മാത്രം നമുക്ക് ഫ്രണ്ടിലേക്ക് ഗാദേഴ്സ് ഒന്നും വരുന്നില്ല, നമ്മുടെ സൈഡിലേക്ക് മാത്രമാണ് ഗാദേഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ മാത്രമായിട്ട് നമ്മളൊന്ന് ആ ഗാദേഴ്സ് പിടിച്ചു കൊടുക്കുകയാണ്, ആ ചുരുക്ക് പിടിച്ചു കൊടുക്കുകയാണ്. തയ്യൽ തുമ്പിൻ്റെ അവിടേക്ക് നമുക്ക് ഗാദേഴ്സ് വേണ്ട. ആ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഗാദേഴ്സ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഗാദേഴ്സ് പിടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അളവെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും.
ഇനി നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, അതായത് സൈഡിൽ ഓപ്പണിംഗ് ഉള്ള രീതിയിൽ. അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു കട്ടിങ്ങും കൂടി വരുത്താനുണ്ട്. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഈ പാറ്റേണിനെ. ഇത് ഫ്രണ്ടിലെ പാറ്റേൺ മാത്രമാണ്. അപ്പോൾ ദാ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. കണ്ടോ, നമുക്ക് എ ലൈനായിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, സൈഡിലേക്ക് മാത്രം ഗേദേഴ്സ് വരുന്ന രീതിയിൽ. ഇതിപ്പോൾ സ്ലിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു മാറ്റം കൂടി വരുത്താനുണ്ട്, ചെറിയൊരു കട്ടിങ്ങും കൂടി കൊടുക്കാനായിട്ടുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഗാദറിങ് ഇട്ട് എടുക്കാനായിട്ട് പോകുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിനി ആ സൈഡും കൂടി കട്ട് ചെയ്യുന്നത് കാണിച്ചു തന്നാലോ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, സൈഡിൽ നമുക്ക് ബാക്ക് പാറ്റേൺ ഒന്നും കൂടി എടുത്ത് ഇതിൻ്റെ മേലേക്ക് വെക്കണം. മേലേക്ക് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു തയ്യൽ തുമ്പിൻ്റെ ഗ്യാപ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ താഴത്തെ പീസിലേക്കും ആ തയ്യൽ തുമ്പിൻ്റെ ഗ്യാപ്പ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്ക് പാറ്റേൺ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് സീം അലവൻസ് ആ സൈഡിൽ നമുക്ക് വേസ്റ്റിൻ്റെ പോർഷനിൽ കിട്ടണം. പിന്നെ നമ്മളിതാ ഈ പാറ്റേൺ ഇവിടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, നമ്മൾ അങ്ങോട്ടേക്കാണ്, അപ്പുറത്തെ സൈഡിലേക്കാണ്, ഓപ്പണിംഗ് ഉള്ള സൈഡിലേക്കാണ് ബാക്ക് പാറ്റേണിനെ നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ കുറച്ച് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ലൂസ് മൊത്തം നമുക്ക് ഈ മെറ്റീരിയലിലേക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യേണ്ട പോർഷൻ ഇനി ഏതാണെന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലൊന്ന് വരച്ച് കാണിക്കാം കേട്ടോ. സ്ലിറ്റ് വരുന്നത് കൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട പോർഷനാണ് ഞാനവിടെ എക്സ്ട്രാ കാണിക്കുന്നത്. പിന്നെ താഴെ ഇട്ടിരിക്കുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ, അത് കളയരുതേ, അതവിടെ തന്നെ വേണം. അത് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അവസാനം ഒന്ന് താഴത്തെ ലെവൽ നോക്കിയിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ദാ ഞാൻ സ്ലിറ്റിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സൈഡിലെ ലൈൻ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. എന്താ നമ്മുടെ ഹിപ്പിൻ്റെ അവിടുത്തെ ലൂസ് എത്രയാണ് വന്നിരിക്കുന്നത് അത് കണക്കാക്കി നമ്മൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ആ പാറ്റേൺ അവിടെ വെച്ച് കൊടുത്താൽ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഫോൾഡിങ് സൈഡിൽ നമുക്ക് ലൂസ് കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ദാ അത് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് പാറ്റേണിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഗാദേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കാണിക്കുകയാണ്, ഏത് സൈഡിലാണ് നമുക്ക് ഗാദേഴ്സ് വരുന്നതെന്നുള്ളത്. അത്രയും പോർഷൻ മാത്രമാണ് നമുക്ക് ഗാദേഴ്സ് ഉള്ളത്. അപ്പുറമുള്ള 1.5 ഇഞ്ച് ഗ്യാപ്പ് നമ്മളവിടെ സീം അലവൻസിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഗാദേഴ്സ് അവിടെ നമ്മൾ ചെറുതായിട്ട് കുരുകുരുന്ന് പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. ബാക്കിയുള്ള പോർഷൻ പ്ലെയിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ആഫ്റ്റർ ഇങ്ങനെയാണ് നമുക്ക് ലുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നോർമൽ എങ്ങനെയാണോ നമ്മൾ കുർത്തി കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു, എല്ലാം മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം. എന്നാലാണ് എനിക്ക് കൂടുതൽ പ്രചോദനമായിരിക്കുള്ളൂ അടുത്ത് പറഞ്ഞു തരാനായിട്ട്. കൂട്ടത്തിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർക്കാം. ശരി, എന്നാൽ അടുത്ത ദിവസം കാണാം. ഓക്കെ, ബായ്.